ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിലെ ബാലൻഡിയോർ ജേതാവായ റോഡ്രിയെയും അതുപോലെ തന്നെ സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് സാബി അലോൺസോക്ക് മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ ആവശ്യമുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രൊഫൈൽ അത് റോഡ്രിയുടെ പ്രൊഫൈലാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ്. ടോണി ക്രൂസിന്റെ പകരമായി കൊണ്ട് റോഡ്രിയെ കൊണ്ടുവരാൻ റയൽ ആഗ്രഹിക്കുന്നു എന്നത് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു റൂമർ കോട്ട് ഓഫ് സൈഡ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡ് റോഡ്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തി. അതായത് രണ്ട് താരങ്ങളെ ഒരുമിച്ച് കൈമാറാൻ റയൽ മാഡ്രിഡ് ഒരുക്കമായിരുന്നു. റോഡ്രിഗോ അതുപോലെ തന്നെ കമവിംഗ, ഈ രണ്ട് താരങ്ങളെയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൈമാറാൻ റയൽ ഒരുക്കമായിരുന്നു. കൂടാതെ ഇതിനൊക്കെ പുറമെ 40 മില്യൺ യൂറോ കൂടി നൽകാൻ റയൽ മാഡ്രിഡ് ഒരുക്കമായിരുന്നു. ഇങ്ങനെ വലിയ ഒരു ഓഫർ തന്നെയാണ് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡ്രിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ഇത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് റോഡ്രിയെ ഒരു കാരണവശാലും കൈവിടാൻ സിറ്റി ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെ ഓഫർ ചെയ്താലും റോഡ്രിയെ നിലനിർത്താനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് കോട്ട് ഓഫ് സൈഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരാണ് ഇതിന്റെ ഒരു സോഴ്സ് ആയിക്കൊണ്ട് വരുന്നത്. ഏതായാലും റോഡ്രിയെ സ്വന്തമാക്കാൻ റയലിന് താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ സമ്മറിൽ അത് നടന്നേക്കില്ല. മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൈവിടാൻ ഒരുക്കമല്ല. ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.